നമസ്തേ. ശ്രേഷ്ഠയുടെ പുതിയ അധ്യായത്തിലേക്ക് സ്വാഗതം. കുംഭകോണത്ത് നിന്ന് 5 കിലോമീറ്റർ ദൂരത്തുള്ള ഒരു ക്ഷേത്രത്തിലാണ് ഇപ്പം ഞാൻ നിൽക്കുന്നത്. സ്വാമിമലയിലുള്ള സ്വാമിനാഥ ക്ഷേത്രത്തിലാണ് ഇന്ന് വന്നിരിക്കുന്നത്. ഇത് ഒരു മുരുകന്റെ അമ്പലമാണ്. 6 പടൈ വീടിൽ ഒരു ക്ഷേത്രമാണ് ഇത്. സ്വാമിനാഥ പരിപാലയ സുമാം, സ്വാമിനാഥ പരിപാലയ സുമാം, സ്വപ്രകാശ വല്ലീശ ഗുരുഗുഹദേവ സേനേശ, സ്വാമിനാഥ പരിപാലയ സുമാം. മുരുകന്റെ 6 പടൈ വീടുകളിലെ 6 ക്ഷേത്രങ്ങൾ നമുക്കറിയാലോ. അതിൽ 4ാമതാണ് ഈ ക്ഷേത്രം. രണ്ടാം നൂറ്റാണ്ടിൽ, അതായത് സംഘകാലഘട്ടം തൊട്ട് തന്നെ ഈ ക്ഷേത്രം ഉണ്ടായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. പിന്നെ അത് റിനോവേറ്റ് ചെയ്തത് ചോള രാജാക്കന്മാർ ആണ് എന്നാണ് പറയപ്പെടുന്നത്. 60 അടി പൊക്കമുള്ള ഒരു കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഇതിന് ഈ ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകാനായിട്ട് 60 സ്റ്റെപ്സ് ഉണ്ട്. ആ ഓരോ സ്റ്റെപ്സിനും തമിഴ് വർഷങ്ങളുടെ പേരാണ്. 60 പേരുകളുണ്ട് ഓരോ സ്റ്റെപ്സിനും. ഈ ക്ഷേത്രത്തിന് 3 ഗോപുരങ്ങളുണ്ട്. ഈ ക്ഷേത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ശിവന്റെയും പാർവതിയുടെയും മകനാണല്ലോ മുരുകൻ. പക്ഷെ എന്നാൽ പോലും ശിവന്റെയും പാർവതിയുടെയും വിഗ്രഹം താഴെയും, അതായത് ഈ കുന്നിന്റെ താഴെയും, മുരുകന്റെ വിഗ്രഹം കുന്നിന്റെ മുകളിലുമാണ്. അതിന് കാരണം എന്താന്ന് വെച്ചാൽ, ഇവിടുത്തെ മുരുകൻ സ്വാമിനാഥ സ്വാമി എന്നാണ് അറിയപ്പെടുന്നത്. അതായത് സ്വാമിനാഥൻ, സ്വാമിയുടെ നാഥൻ, അതായത് ശിവനേക്കാളും ഉയർന്ന സ്ഥാനമാണ് ഇവിടെ മുരുകനുള്ളത്. അതിന് കാരണം എന്താന്ന് പറഞ്ഞാൽ, ശിവന് പ്രണവമന്ത്രത്തിന്റെ, അതായത് ഓംകാരത്തിന്റെ അർത്ഥം പറഞ്ഞു കൊടുത്തത് മുരുകനാണ് എന്നാണ് പറയപ്പെടുന്നത്. ഈ കാണുന്ന പടികളിൽ കൂടെയാണ് ക്ഷേത്രത്തിനുള്ളിലേക്ക് പോകേണ്ടത്. ഈ സ്റ്റെപ്സ് കയറിപ്പോയാൽ മുകളിലായിട്ട് മുരുകന്റെ അമ്പലമുണ്ട്. താഴെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ താഴെയായിട്ട് ശിവന്റെ ക്ഷേത്രമുണ്ട്. ഇതാണ് ശിവന്റെ അമ്പലം. ശിവനും പാർവതിയും പ്രതിഷ്ഠ ഇവിടെ ഉണ്ട്. ഈ താഴെയുള്ള ശിവക്ഷേത്രത്തിനടുത്തായിട്ട് തന്നെ മുരുകന്റെ ഒരു ഉപപ്രതിഷ്ഠയും കൂടെ ഉണ്ട്. മുകളിലുള്ള പ്രധാന പ്രതിഷ്ഠയെ കൂടാതെയാണ് ഇവിടെ മുരുകന്റെ ഉപപ്രതിഷ്ഠ ഉള്ളത്. ഇവിടെയുള്ള മുരുകന്റെ വിഗ്രഹത്തിന് തൊട്ടടുത്തായിട്ട് ഭാര്യമാരും ഉണ്ട്, വള്ളിയും ദേവയാനിയും. സാധാരണ മുരുകന്റെ വാഹനം മയിലാണല്ലോ. ഈ ക്ഷേത്രത്തില് മുരുകന്റെ വാഹനം എന്ന് പറയുന്നത് ആനയാണ്. குறுமொழியார்கள் வினை தீர்க்கும் முகமொன்றே, குறுமொழியார்கள் வினை தீர்க்கும் முகமொன்றே, குழன்றுருவவேல் வாங்கி நின்ற முகமொன்றே, 6 படை சூரரை வதைத்த முகமொன்றே, 6 படை சூரரை வதைத்த முகமொன்றே, 6 படை சூரரை வதைத்த முகமொன்றே, ஏறு மயில் ஏறி விளையாடும் முகமொன்றே, ஈஸ்வருடன் ஞான மொழி
നമ്മൾ ഇന്ന് സ്വാമിമലയിൽ വന്ന് സ്വാമിനാഥ സ്വാമിയെ ദർശനം നടത്തി. അകത്ത് പോയി നന്നായിട്ട് തൊഴുതു. അവിടെ സ്വാമിയുടെ മുന്നിൽ തന്നെ ഇരുന്ന് പാട്ടൊക്കെ പാടി. വലിയൊരു ഭാഗ്യം. നമുക്ക് എല്ലാവർക്കും അറിയാം മുരുകനും 6 എന്ന നമ്പറുമായിട്ടുള്ള ബന്ധം അല്ലേ. അതിപ്പോൾ ഇവിടെ വന്നപ്പോഴാണ് ഓരോ കാര്യങ്ങളും മനസ്സിലായത്. ഇവിടുത്തെ പ്രതിഷ്ഠയ്ക്ക് 6 അടി പൊക്കമുണ്ട്. ഒരു ദിവസം 6 പൂജകൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുപോലെ 60 അടി പൊക്കമുള്ള കുന്നിന്റെ മുകളിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. 60 സ്റ്റെപ്സ് ഉണ്ട് ഇവിടെ. അങ്ങനെ 6 വടൈ വീട്ടില് ഒരു ക്ഷേത്രമാണിത്. അങ്ങനെ എത്ര പ്രത്യേകതകളാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് അല്ലേ. പിന്നെ ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താന്ന് വെച്ചാൽ ആന ആണ് ഇവിടുത്തെ മുരുകന്റെ വാഹനം എന്ന് നമ്മൾ മനസ്സിലാക്കി. സാധാരണ എല്ലാ മുരുകന്റെ ക്ഷേത്രങ്ങളിലും, മുരുകന്റെ മാത്രമല്ല ഏത് ക്ഷേത്രങ്ങളിൽ പോയാലും അതാത് ദൈവങ്ങളുടെ വിഗ്രഹത്തിന്റെ ഓപ്പോസിറ്റ് ആയിട്ട് അവരുടെ വാഹനങ്ങളുടെ ഒരു ചെറിയ ഒരു പ്രതിഷ്ഠ, ഒരു വിഗ്രഹം ഉണ്ടാവും അല്ലെ, ഒരു സ്റ്റാച്ചു. അപ്പൊ ഇവിടെ നമ്മൾ ഇന്ന് കണ്ടത് മുരുകന്റെ ഓപ്പോസിറ്റ് ആയിട്ട് മയിലല്ല, ആനയാണ്. അതുപോലെ ശിവന്റെ ക്ഷേത്രങ്ങളിൽ നന്ദി ഉണ്ടാവും. അങ്ങനെ ഓരോ വാഹനങ്ങളും ഉണ്ടാവും. ഇവിടെ നമ്മൾ കണ്ടത് ആനയാണ്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇന്ന് മനസ്സിലാക്കി. ശ്രേഷ്ഠാധ്യായങ്ങളിലൂടെ എന്തെല്ലാം വിവരങ്ങളാണ് നമുക്ക് കിട്ടുന്ന ഓരോ ക്ഷേത്രങ്ങളിൽ പോകുമ്പോഴും. അതുപോലെ ആ കോമ്പസിഷൻസ്, നമ്മൾ എത്രയോ കീർത്തനങ്ങൾ പഠിച്ചിട്ടുണ്ട്. ആ ഓരോ കീർത്തനങ്ങളിലും ഓരോ ദൈവങ്ങളെയും കുറിച്ച് പറയുന്ന ഓരോ കാര്യങ്ങളും ആ ക്ഷേത്രങ്ങളിൽ പോയി മനസ്സിലാക്കുമ്പം എന്തൊരു ഒരു ഫീലിംഗ് ആണ് അല്ലേ. അപ്പൊ ഇനിയും ശ്രേഷ്ഠ അധ്യായങ്ങളിലൂടെ നമുക്ക് ഒരുപാട് ക്ഷേത്രങ്ങളിൽ സഞ്ചരിക്കാം. മറ്റൊരു ശ്രേഷ്ഠ അധ്യായത്തിൽ വീണ്ടും കാണാം. നമസ്തേ.